ചോറിന് കഴിക്കാനായിട്ട് നല്ലൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 10 ചെറിയ ഉള്ളി അരിഞ്ഞതും മീഡിയം സൈസിലെ ഇഞ്ചി അരിഞ്ഞതും 5 വെളുത്തുള്ളി അരിഞ്ഞതും 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് വേകാനായിട്ട് വെക്കാവുന്നതാണ്. ഒരു ചീനച്ചട്ടിയിലേക്ക് 3 പിടി ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം നന്നായി വറുത്തെടുക്കണം. തേങ്ങ വറുത്ത് നിറം മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ചേർക്കാതെ വിപ്പ് ചെയ്ത് ഇത്തരത്തിൽ എണ്ണ തെളിയും വരെ അരച്ചെടുക്കണം. ഈർപ്പമില്ലാത്ത മിക്സിയിലേക്ക് വേണം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട്. ഇത്തരത്തിൽ അരച്ചെടുത്ത അരപ്പ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെമ്മീൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 ചെറിയ കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത ശേഷം നന്നായി ഇളക്കി കട്ടകളൊന്നുമില്ലാതെ വേവിച്ച ചെമ്മീനിലേക്ക് ചേർത്ത് ഇളക്കാവുന്നതാണ്. ഉപ്പ് നോക്കണം, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു ചീനച്ചട്ടി വെച്ച ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിനെ കറിയിലേക്ക് ചേർത്ത് ഇളക്കാം. വളരെ സ്വാദിഷ്ടമായ ചെമ്മീൻ കറിയാണിത്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല അപ്പത്തിൻ്റെ, ചപ്പാത്തിയുടെ, ബ്രെഡിൻ്റെ ഒപ്പം കഴിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ചെമ്മീൻ കറി ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്